നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് അനുഗ്രഹീതമായ ഒരു വർഷം നൽകി. ഒരു വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യങ്ങൾ മുഴുവൻ, ഭൂമി മുഴുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ക്രിസ്തു ജനിച്ച ക്രിസ്മസ് ആഘോഷിക്കുന്ന നല്ല തിരക്കിലാണ്. ചർച്ചുകളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, റോഡുകളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളും നാളെ മുതൽ പുറത്തിറങ്ങുകയാണ്. നാളെ മറ്റന്നാളും വൈകിട്ട് 2 ദിവസങ്ങൾ നമ്മൾ പുറമെ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ നാളെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, സുവിശേഷം നമുക്ക് പങ്കുവയ്ക്കണം. എന്താണ് യഥാർത്ഥ ക്രിസ്തുമസ് എന്ന് നമുക്ക് ദേശത്തോട് പറയണം. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ 2 ദിവസങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ചർച്ചിനകത്ത് ശുശ്രൂഷിപ്പാനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്നലെ മുതൽ ധ്യാനിക്കാൻ തുടങ്ങി. ഇന്ന് ഏത് ഭാഗമാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന്. അപ്പോഴാണ് ഇന്ന് പ്രസംഗിച്ച ഭാഗം ദൈവാത്മാവിൻ്റെ അകത്ത് പ്രകാശിതമാക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ ഞാൻ ഇന്ന് ഉപവസിക്കാൻ തീരുമാനിച്ചതല്ല. അങ്ങനെ ആ സന്ദേശം കഴിഞ്ഞപ്പം ഞാൻ തീരുമാനിച്ചു ഉപവസിക്കാനായിട്ട്. അങ്ങനെ ഭയങ്കര ക്ഷീണത്തിലാണ്, അതിൻ്റെ പുറകിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയായിട്ട് കിടപ്പായിരുന്നു. എന്നാൽ ഇന്ന് സന്ദേശം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദൈവസന്നിധിയിൽ കുറച്ചു നേരം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരിക്കണമെന്ന്. ഇന്ന് ഈ സെക്ഷൻ കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി എന്നൊരു ചിന്ത എൻ്റെ അകത്ത് വരികയും ഞാൻ ഇന്ന് പകല് ദിവസത്തിൽ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു നിർബന്ധത്താൽ, നിയോഗത്താൽ ഉപവസിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പകൽ സെക്ഷനിൽ ഞാൻ രാത്രി സെക്ഷൻ എടുക്കാനായിട്ട് ചിന്തിച്ചതല്ല. കാരണം എനിക്ക് തീരെ വയ്യ ശരീരത്തിന്. പ്രസംഗിക്കാനായിട്ട് പറയാനായിട്ട് എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ പ്രസംഗമായി പോകും. അപ്പം അതുകൊണ്ട് ഒട്ടുപോലും ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കാനായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ വരെ. അപ്പം റോമാലേഖനത്തെ കുറിച്ച് നമുക്ക് നല്ലൊരു അറിവുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലത്തെ സന്ദേശം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ രാവിലത്തെ സന്ദേശം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങളത് കേൾക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞത്, ഞാനൊരു പ്രസംഗമായിട്ടല്ല, ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്തു വന്നാൽ നമുക്ക് മുഖാമുഖമായി കണ്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ വീണ്ടും റിപ്പീറ്റേഷൻ കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്ത് വരാൻ പറ്റില്ലെങ്കിൽ ഞാനും എന്ത് ചെയ്യും, പതുക്കെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ദിവസവും ഓരോന്നിടാം. ഓക്കെ. നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചത് റോമാലേഖനം 8-ാം അധ്യായത്തിലെ 26-ാം വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന് വായിക്കാമെങ്കിൽ ഒരാൾ വായിച്ചാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. റോമാലേഖനം 8-ാം അധ്യായം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയത് അവിടെ നിന്നാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന ഒരാത്മാവുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് രാവിലെയുള്ള നമ്മുടെ ക്ലാസ് നമ്മൾ തുടങ്ങിയത്. ഞാനിത് റോമാലേഖനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പല പ്രാവശ്യം ഞാൻ ഈ വാക്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എനിക്കൊരു കാര്യം മനസ്സിലായത്, എനിക്ക് ഈ പ്രസംഗങ്ങൾ ആവർത്തിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റേഷൻ ആവുകയല്ലേ എന്ന്. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു 5-6 വട്ടം ഒന്ന് റിപ്പീറ്റേഷൻ പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ വീണ്ടും പഠിക്കുന്നേ ഉള്ളൂ എന്നൊരു ധൈര്യം എനിക്ക് കിട്ടി. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് ഒരു പ്രസംഗം 2ാമത് റിപ്പീറ്റ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം തോമസ് ബ്രദർ എന്നോട് പറഞ്ഞു, പക്ഷേ അത് കേട്ടപ്പോൾ വീണ്ടും, തോമസ് ബ്രദർ ഓൺലൈൻ കേട്ട ആളാണ്, പക്ഷെ വീണ്ടും അത് പുതിയതായി തോന്നി പാസ്റ്റർ എന്ന് പറഞ്ഞു. കാരണം ഇത് നമ്മൾ ഒരു ദൈവിക വെളിപ്പാട് ദൈവം നമ്മിലേക്ക് കൈമാറുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നു.
അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠം 26 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 26 വാക്യം. അവണ്ണം തന്നെ ആത്മാവ് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മുടെ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് മതി നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് തുണ നിൽക്കുകയാണ്. നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് തുണ നിൽക്കുകയാണ്. എന്താണ് ആ ബലഹീനത? നമ്മൾ കഴിഞ്ഞ പകൽ കണ്ടതാണ്. ആ ബലഹീനത എന്ന് പറയുന്നത് നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയില്ല. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയാത്തതാണ് നമ്മുടെ ബലഹീനത. നമ്മുടെ അകത്ത് ആത്മാവ് എപ്പോഴാണ് വന്നത്? ആത്മാവ് വന്നത് നമ്മൾ അവിടെ കണ്ടു. നമ്മൾ അതിന്റെ 23 വാക്യം കണ്ടു. 23 വാക്യം. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് ഉള്ളിൽ നമുക്ക് അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട് എഴുതുന്നവരുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ഉഷ സിസ്റ്ററുടെ നമ്മുടെ നിഷ സിസ്റ്ററുടെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പം എനിക്ക് 2 വലിയ പുസ്തകം കൊണ്ട് കാണിച്ചു. അപ്പൊ അന്നാണ് എനിക്ക് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായി. കാരണം ഇതിങ്ങനെ നമ്മൾ പഠിപ്പിച്ചു വിടുന്നത് ആൾക്കാർ എഴുതി വെച്ചേക്ക് ഒരു 2 പുസ്തകം നിറച്ച്, 2 ആണോ 1 ആണോ, ഒരു വലിയ നോട്ട് മുഴുവൻ നിറച്ച് എഴുതി വെച്ചേക്കുകയാണ്. അപ്പം നിങ്ങളിതിനകത്ത് എഴുതി വെക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ആത്മാവിനെയാണ് ആദ്യദാനമായിട്ട് ലഭിച്ചത്. ആത്മാവിനെയാണ് നിങ്ങൾക്ക് ആദ്യദാനമായിട്ട് ലഭിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. എപ്പോഴാണ് നിങ്ങൾക്ക് ആത്മാവിനെ ആദ്യദാനമായി ലഭിച്ചത്? നിങ്ങളുടെ അടുക്കൽ ഏതെങ്കിലും ഒരു അഭിഷക്തനോ ഏതെങ്കിലും ഒരു ലഘുലേഖയിലൂടെയോ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ വചനത്തിലൂടെയോ ദൈവാത്മാവ് എപ്പോഴെങ്കിലും നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടാകണം. യേശുവിനെ നിങ്ങൾ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് എന്ന ദൈവിക ട്രിയൂണിറ്റിയിലെ 3-ാം ആളത്വം എപ്പോഴോ നിങ്ങളോട് വാദിച്ചപ്പോൾ നിങ്ങൾ യേശു പറഞ്ഞു. നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. ആ വാക്യം കിടക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ ഭൂമിയിൽ ഒരു മനുഷ്യന് സാധ്യമല്ല. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും യേശുവിനെ കർത്താവ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? യേശുവേ, ഞങ്ങൾ നിന്നെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാലാണ്. ഇത് പറഞ്ഞപ്പോ എന്താ നടന്ന സംഭവം? നിങ്ങൾ എപ്പോഴാണോ ഇത് പറഞ്ഞ സെക്കൻഡിൽ നിങ്ങളുടെ ആത്മാവിൽ ദൈവാത്മാവ് വന്നു. കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ആദ്യമായി കിട്ടിയ ദാനം പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ്. ഓക്കെ, അതാണ് നമ്മൾ 23-ാം വാക്യത്തിൽ വായിച്ചത്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ കാത്തുകൊണ്ട് ഞരങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസത്താൽ ആദ്യം കിട്ടിയത് എന്താണ്? ആത്മാവെന്ന ആദ്യദാനം. നിങ്ങൾക്ക് ഒടുവിൽ ഗ്യാരണ്ടിയോടെ കിട്ടാൻ പോകുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം കിട്ടും. ആ പുത്രത്വം കിട്ടുന്നത് യേശുക്രിസ്തുവിന്റെ വരവിലാണ്. എപ്പോഴാണ്? യേശുക്രിസ്തുവിന്റെ വരവിൽ കാഹളനാദത്തോടുകൂടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇതൊരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശയാണ്. അവസാനിക്കൂ. അപ്പോൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവന്റെ പ്രത്യാശയാണ്.
നമ്മുടെ ഹോപ്പാണ്, നമ്മുടെ പ്രത്യാശയാണ്. ഇനി ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അതായത് റിസറക്ഷൻ ബോഡി നിങ്ങൾ പ്രാപിച്ച ശേഷം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഹലോ, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിച്ച ശേഷം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ദൈവത്തിൽ നിന്ന്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ക്ലൈമാക്സ്, ഏറ്റവും വലിയ ദാനം ലഭ്യമാകുന്നത് പുത്രത്വമാണോ? വീണ്ടെടുപ്പിന്റെ പെർഫെക്ഷനായ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വരവിലാണ്. എന്നാൽ ഇനി നിങ്ങളൊരു വാക്യം കൂടെ വായിച്ചേ, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നേ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നേ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടത്. ശ്രദ്ധിക്കണം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും, അടുത്ത വാക്ക്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന ഒന്നിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കുന്നൊരു ദിവസമുണ്ട്. ആമീൻ പറയാമെങ്കിൽ പറഞ്ഞ കേട്ടോ കർത്താവിന്. നമ്മളെല്ലാവരും അപ്പൊ ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഈ ശരീരത്തിലാണോ, റിസറക്ഷൻ ബോഡിയിലാണോ? റിസറക്ഷൻ ബോഡി. അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് പുനരുദ്ധാനം മാത്രമല്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിൽ അതിന് തക്കവണ്ണം പ്രതിഫല വിഭജന സദസ്സിൽ ദൈവം തന്റെ പുത്രന്റെ ന്യായാസനത്തിന് മുമ്പിൽ വിളിച്ച് നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചവനും ഉപവസിച്ചവനും സുവിശേഷം പറഞ്ഞവനും അധ്വാനിച്ചവനും ചിലവിട്ടവനും മുഴുവൻ നമ്മുടെ മേൽ പ്രതിഫലം വിഭജിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരാമേ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേരൊക്കെ നമ്മള് സൺഡേ സ്കൂൾ വാർഷികത്തിനോ ഒക്കെ നമ്മൾ വിളിച്ച്, പണ്ടൊക്കെ നമ്മൾ ഈ സോപ്പ് പെട്ടിയോ അല്ലെങ്കിൽ 50 രൂപയുടെ 40 രൂപയുടെ ഏതെങ്കിലും ഒരു എന്താ പറയുക പ്ലാസ്റ്റിക്കിന്റെ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാറുണ്ട് പിള്ളേർക്ക്. എന്റെ പൊന്നേ, അവരുടെ സന്തോഷം കാണാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? 10 രൂപയുടെ കപ്പൊക്കെ കിട്ടിയിട്ടില്ലേ? ആ കപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് ഏതാണ്ട് സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ വരുന്നേ. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് വെറും ഒരു 10 രൂപയുടെയോ 20 രൂപയുടെയോ 50 രൂപയുടെയോ കപ്പ് 40-ഓ 30-ഓ 50-ഓ പേരടങ്ങുന്ന ഒരു കൊച്ചു സഭയുടെ മുമ്പിൽ വെച്ച് കിട്ടുമ്പോൾ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ നോക്കിയേ, ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും നിരന്നു നിൽക്കുന്ന നോക്കിയേ ആ ദൈവിക സിംഹാസനത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം ഒളിഞ്ഞിരുന്നും മറഞ്ഞിരുന്നും ഒറ്റക്കിരുന്നും പ്രാർത്ഥിച്ചവനും സുവിശേഷം പങ്കിട്ടവനും ഒക്കെ നാം ചെലവിട്ടവനും ഒക്കെ സ്വർഗം പ്രതിഫലം വിഭജിക്കുന്ന ദിവസം എത്ര മനോഹരമായിരിക്കും. അത് ഇന്ന് രാത്രി ഓർത്ത് സന്തോഷിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരും കണ്ടില്ലായിരിക്കാം, നിങ്ങൾ ഉപവസിക്കുന്ന ആരും കണ്ടില്ലായിരിക്കാം, ഈ ലോകത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ആരും ഒരുപക്ഷെ കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ സകലതും അതത് സമയത്ത് നിങ്ങളെ കൊണ്ട് നന്നായി ചെയ്യിപ്പിക്കുന്ന കർത്താവ് അവനൊന്നും മറന്നു പോകുന്നവനല്ല, അവനവനെ പ്രതിഫലം വിഭജിക്കുന്ന കർത്താവാണ്. ആമേൻ. വേദപണ്ഡിതന്മാർ പറയുന്നൊരു പദമുണ്ട്, ഞാൻ അത് പറയാനല്ല വന്നത്. വേദപണ്ഡിതന്മാർ പറയുന്നൊരു പദമുണ്ട്, ക്രിസ്തുവിന്റെ ന്യായാസനം. ആ ന്യായാസനം എന്നതിന് വേദപണ്ഡിതന്മാർ പറയുന്നത് ഒളിമ്പിക്സിനൊക്കെ 1ും 2ും 3ും കിട്ടിയ ആൾക്കാരെ അവരെ 3 തട്ടുകളിൽ നിർത്തിയിട്ട് അവർക്ക് റിവാർഡ് കൊടുക്കും, അവർക്ക് അവാർഡ് കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് 1, 2, 3 3 തട്ടുകളാക്കി നിർത്തിയിട്ട് അവരവര് കിട്ടിയ പ്രൈസിനനുസരിച്ച് അവർക്ക് ഒളിമ്പിക്സ് കമ്മിറ്റി അവർക്ക് പ്രതിഫലം കൊടുക്കും, അല്ലെങ്കിൽ മെഡലുകൾ വിതരണം ചെയ്യും. ഇതുപോലെ ഈ ഭൂമിയിൽ നമ്മെ ഏൽപ്പിച്ചത് കഷ്ടതയുടെ മടുവിൽ, വേദനയുടെ മടുവിൽ, സംഘർഷങ്ങളുടെ മടുവിൽ നാം ചെയ്തു തീർക്കുമ്പോൾ മറന്നു പോകരുത്, നമ്മെ ഏൽപ്പിച്ചത് നിവർത്തിച്ചവർക്ക് വേണ്ടി പ്രതിഫല വിഭജന സദസ്സ് വരുന്നുണ്ട്.
അന്ന് നമ്മെ വിമർശിച്ചവരും കളിയാക്കിയവരും അപമാനിച്ചവരും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ, ഉണ്ടാവുമെന്ന് അറിയല, അവസാന നിമിഷം ഏറ്റുപറഞ്ഞ് വരാനൊക്കെ പറ്റുമെങ്കിൽ അവരെല്ലാം കാണുക കർത്താവ് അത് തരും. ഒരാമേൻ നിങ്ങളാരും പറയുന്നത് കണ്ടില്ല കേട്ടോ. സത്യത്തില് ഈ നമ്മുടെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ അവിടെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന്. കേട്ടോ. അപ്പൊ അന്ന് അവിടെ നിങ്ങൾ ഈ കരിക്കട്ട പോലെ ഇരിക്കാതിരിക്കണമെങ്കിൽ സുവിശേഷീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ചാച്ചനും അമ്മാമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, വല്ലാതെ ഈ പാരമ്പര്യത്തിനും പാരമ്പര്യവാദികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാതെ കർത്താവിന്റെ പലരെയും ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന സുവിശേഷീകരണത്തിനായിട്ട്, സുവിശേഷം പങ്കുവയ്ക്കാൻ, സുവിശേഷീകരണം നടത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ പ്രതിഫല വിഭജന സദസ്സിൽ നിങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഞാൻ എന്തോന്നറിയില്ല, ഞാൻ ഇന്ന് പെട്ടെന്ന് എൻ്റെ അകത്ത് അങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഇത് പറയാനല്ല നിൽക്കുന്നത്. നിങ്ങൾ ആ വാക്യം കൊണ്ട് എടുത്ത് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എടുത്ത്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 12-3. ആരെങ്കിലും പെട്ടെന്ന് വായിച്ചു. ആൽഫി ആന്റി കാണുമ്പോ ചെറിയ കൊച്ചാന്ന് വിചാരിക്കുന്നു, കണ്ടമാനം പ്രായമുണ്ട്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ എന്ത് ചെയ്യും? നക്ഷത്രങ്ങളെ പോലെ. അപ്പൊ അവിടെ പോകുമ്പം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കണമെങ്കിൽ ഇവിടെ കുറച്ചു പേരെങ്കിലും എന്ത് ചെയ്യണം? അയ്യോ, ഒന്നും മിണ്ടുന്നേ. കുറച്ചു പേരെങ്കിലും നീതിയിലേക്ക് തിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം, സത്യത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ മാനസികമായിട്ട് കുറെ വിഷമം അനുഭവിച്ചു. ശാരീരികമായിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. ഞാൻ അതിന് പുറത്തു വന്ന എപ്പോഴാന്ന് വെച്ചാൽ, ഇന്നലെ ഉച്ചയ്ക്ക് നമ്മുടെ ഡേവിസ് ബ്രദറിന്റെ മരുമോള് ആര്യ, അവളെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ചർച്ച വെച്ച് എന്നോട് പറഞ്ഞു. അപ്പം ഇന്നലെ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് അവളോട് സുവിശേഷം പറഞ്ഞു. അപ്പം സുവിശേഷം പറഞ്ഞത് കൊച്ചിനോടാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ബലമായി. എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷമായി, എൻ്റെ ശരീരത്തിനൊരു പ്രത്യേക ബലമായി. ഞാൻ പറയാം, സുവിശേഷമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം അതൊരു ബലമാണ്. ഞാൻ ആ ക്ലിപ്പുകൾ എൻ്റെ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എല്ലാം ഒന്നും ഇല്ല, കുറച്ച് ഒരു മണിക്കൂർ നേരത്തെ ക്ലിപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പലവട്ടം ഞാൻ തന്നിട്ടുണ്ട്. ഓരോ വട്ടം പറയുമ്പോൾ ഓരോ ആംഗിളിലാണ് ഞാൻ ആ സുവിശേഷം പറയാറ്. ഞാൻ സുവിശേഷം പറയുമ്പോൾ അങ്ങനെ ഒരുങ്ങിയൊന്നും പോകാൻ, അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണോ അത് വെളിപ്പെട്ട് വരുന്നത് അങ്ങനെ അങ്ങ് പറയും. അപ്പോ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം വരും. അതിന് കാരണം എന്താ? നമ്മൾ പറയുന്നത് സുവിശേഷമാണ്. ഒരു വ്യക്തിയെ നമ്മൾ നീതിയിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ തിരിക്കുന്നവര് അവിടെ ചെല്ലുമ്പോൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ സുവിശേഷം പറയാൻ പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. സുവിശേഷം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷീകരണത്തിന് വേണ്ടി നിങ്ങൾ വില കൊടുക്കണം. നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ആ പോകുന്നവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും അല്ലാണ്ട് പറയുന്നത്. ഞാൻ പറയാണ്, നിങ്ങൾ ഇതിന്റെ ഒരു സുവിശേഷത്തിന്റെ ഒരു ഭാഗമായി മാറണം. നിങ്ങൾ നമുക്ക് അഭിമാനിക്കണം സുവിശേഷം പറയുന്നതിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം പുത്രത്വമാണ്. അപ്പോ പുത്രത്വത്തിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമ്മൾ പ്രാപിക്കുന്നത് കർത്താവിന്റെ വരവിൽ. ഈ അതിനുശേഷവും നമ്മൾ എന്ത് പ്രാപിക്കുന്നുണ്ട്? പ്രതിഫലം പ്രാപിക്കുന്നുണ്ട്. എന്ത് പ്രാപിക്കുന്നുണ്ട്? ഒന്നും മിണ്ടുന്ന ആരെങ്കിലും? പ്രതിഫലം പ്രാപിക്കുന്നു. പ്രതിഫലം ഈ കൈക്കകത്ത് കുറെ സോപ്പ് വെട്ടിയല്ല. ആ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മുടെ തേജസ്സാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പൊ എന്താ പറയാ, പണ്ട് ഉമ്മച്ചനപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്,
ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്രതിഫലം ഓരോ കൊട്ട ഇങ്ങനെ മുകളിലേക്ക് വെക്കാന്ന്? അന്നായിരിക്കട്ടെ, ആൽഫി ആന്റി ബൈബിൾ വായിച്ചുകൊണ്ട് ഒരു കൊട്ട മുകളിൽ ഒരു കിരീടം ഇരിക്കട്ടെ. ഇനി അതിന്റെ പുറത്ത് മെമി സിസ്റ്റർ, എന്താ ലിനി സിസ്റ്റർ എവിടെയാ ബൈബിൾ കോളേജ് നടത്തിയതിന് ലിനി സിസ്റ്റർക്ക് ഒരു ഇങ്ങനെ നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ കൊട്ട മുകളിലേക്ക് വെക്കുകയല്ല. നമുക്കറിയില്ല കേട്ടോ, നമ്മുടെ ഈ അപ്പച്ചന്മാര് പറഞ്ഞതിൽ നിന്നൊക്കെ കൂടെ വ്യാഖ്യാനിച്ച് പറയുന്ന കേട്ടോ. ഇതൊന്നും ഇങ്ങനെ പറയുന്നതൊന്നും ബൈബിളിൽ അടിസ്ഥാനമില്ലാത്തതാണ്, നമ്മൾ അതിന് ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ചെല്ലുമ്പോ തേജസ്സിന് വ്യത്യാസമുണ്ട്. അവിടെ ചെല്ലുമ്പോ എന്തിനു വ്യത്യാസമുണ്ട്? നിങ്ങൾ ഒന്നുകൂടി ലേഖനത്തിലേക്ക് വന്ന് ഇവിടെ നിന്നൊരു വാക്യം കിട്ടില്ലേ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്ത് ചെയ്യും? ശോഭിക്കും. അപ്പൊ അതിനെന്തൊരു കാര്യമുണ്ട്? അവിടെ ചന്ദ്രനുണ്ട്, ഭൂമിയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ ചന്ദ്രൻ, നക്ഷത്രങ്ങളിൽ സൂര്യന്റെ വെളിച്ചം എടുത്തു പ്രകാശിപ്പിക്കുന്നതാണ് നക്ഷത്രം, ചന്ദ്രൻ. അപ്പൊ നക്ഷത്രങ്ങൾക്ക് തമ്മിൽ എന്തുണ്ട്? തേജസ്സിന് വ്യത്യാസമുണ്ട്. അവിടെ ചെന്നിട്ട് കരിക്കട്ട പോലെ ഇരിക്കാതിരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് വല്ലവരോടൊക്കെ സുവിശേഷം പറയണം കേട്ടോ. അല്ലെങ്കിൽ ഉമ്മച്ചപ്പച്ചൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് പറയാനൊരു വിഷമമുണ്ട്. അപ്പച്ചന്റെ പ്രായത്തിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പച്ചൻ പറഞ്ഞൊരു പദമുണ്ട്, ആ പദം മാറ്റി പറഞ്ഞാൽ ഒരു സുഖം ഇല്ല. പക്ഷെ അത് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ഈ നല്ല ഭാഷയല്ല. അതെനിക്ക് അറിയാം. പക്ഷെ അപ്പച്ചൻ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പറയുകയാണ്. സ്വർഗത്തിൽ ചെന്നാലും, എന്നോട് ക്ഷമിക്കണം കേട്ടോ, സ്വർഗത്തിൽ ചെന്നാൽ അവിടെയും കാണാൻ കുറെ ഈ ഭിക്ഷയാചിക്കുന്നില്ലേ, അവര് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞൊരു പദമുണ്ട്. അത് ഞാൻ എങ്ങനെ പറയാന്ന് വെച്ച് പറഞ്ഞു. അവിടെ ചെന്നാലും കാണാൻ ഇങ്ങനെയുള്ള കുറെ ടൈപ്പിന്, അതായത് ഇങ്ങനെ ഭിക്ഷയാഴ്ച മടക്കുന്ന ആൾക്കാർ. അവിടെ നമ്മൾ പറയുന്ന നാടൻ പദം ഉണ്ടല്ലോ, അപ്പച്ചൻ പറഞ്ഞതാണ്. സ്വർഗത്തിൽ ചെന്നാൽ അവിടെയും കാണാൻ കുറെ. അപ്പൊ അവിടെ എത്തിയവര്, പക്ഷെ എന്തില്ല അവർക്ക് പ്രതിഫലമില്ല. എങ്ങനെയോ അവരെത്തിയവിടെ. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാ പോരാ, എങ്ങനെയാലും നിത്യത പോയാ പോരാ. അവിടെ തേജസ്ധാരികളായി അവനോടുകൂടെ വസിക്കണമെന്നുള്ള വെളിപ്പാട് ദൈവം നിങ്ങളുടെ അകത്ത് പകരട്ടെ. അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒറ്റ കാരണത്താലാണ്, സുവിശേഷീകരണത്താലാണ്. വേറെ ഒരു കാരണം ബൈബിൾ അവന് കാണുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ എടുത്തോ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 38-ാം വാക്യം മുതൽ വായിച്ചു. വളരെ ശ്രദ്ധയോടെ വായിക്കണം കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 15-38. നിങ്ങൾ ഉറങ്ങുകയാണോ? കപ്പലിൽ ഉറങ്ങിയിടുന്ന യോനയെ പോലുള്ളോരെ എത്ര നാൾ ഉറങ്ങിയിടുമോ, കർത്താവ് ഇപ്പോൾ വന്നിടും. ആരെങ്കിലും വായിക്കേ. ദൈവമേ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരം, ദൈവമോ ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകലവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. പറയുന്നത് 35-ാം വാക്യം. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധ ശരീരത്തോടുകൂടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നവ ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയും വെറും മണി എത്ര വിതയ്ക്കുന്നവർ. അപ്പൊ ഒരു മണി വിതച്ചു കഴിഞ്ഞാൽ വിതച്ച മണിയിൽ നിന്ന് ഒരു ശരീരം പുറത്തു വരുന്നത് പോലെ ഇവിടെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുകയാണ്, ശരീരങ്ങളെ കുറിച്ച് പറയുകയാണ്, മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുകയാണ്. പൗലോസോട് പറയുകയാണ്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമ ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങൾക്ക് എന്തുണ്ട്? എന്തുകൊണ്ട് പറ? തേജസ് ഉണ്ട്. ഭൗമ ശരീരങ്ങൾക്ക് തേജസ് വേറെയുണ്ട്. അടുത്ത വാക്ക്, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ എന്തുകൊണ്ട് വ്യത്യാസമുണ്ട്? തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. കണ്ടോ? അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇനി ആരൊക്കെ ഓൺ ചെയ്തിരിക്കുന്ന വീഡിയോ? കോമള സിസ്റ്റർ, സുമ സിസ്റ്റർ, ലിനി സിസ്റ്റർ, ആൽഫി സിസ്റ്റർ, ലത സിസ്റ്റർ, പിന്നെ ആരാ, സോണിയ സിസ്റ്റർ, ലിൻസി സിസ്റ്റർ, ഗ്രേസി സിസ്റ്റർ, ഗ്രേസി ടീച്ചർ, അന്നമ്മ ആന്റി, ഡേവിസ് മുദ്രം വന്നു.
എല്ലാവരും വന്നു, നിങ്ങളെല്ലാവർക്കും അവിടെ ചെല്ലുമ്പോ മെമി സിസ്റ്റർ പേര് ഞാൻ പറഞ്ഞില്ലേ, സുധ സിസ്റ്റർ, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യും. ആരും പേര് വിട്ടുപോയോ കർത്താവേ? തോമസ് ബാബു ബ്രദർ, ഓക്കെ, ജേക്കബ് അങ്കിൾ, ഇനി ആരെ വിട്ടുപോയെ? അന്നമ്മ ആന്റി. അപ്പൊ നിങ്ങളുടെ എല്ലാം ശരീരങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങൾക്ക് വ്യത്യാസമുള്ളതുപോലെ നോക്കിയേ, പൗലോസോടെ പറയുകയാണ്, വായിച്ചു 41 വാക്യം, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിലുള്ള തേജസ് വേറെ. തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരെ പുനരുദ്ധാനവും, വായിക്കും 42 വാക്യം. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. പുനരുദ്ധാനവും ഔവണ്ണം തന്നെ. മരിച്ച ശേഷം ഇപ്പം എനിക്കറിയാവുന്ന 2 സഹോദരിമാർ, UK-യിലുള്ള 2 സഹോദരിമാർ, ലിനി സിസ്റ്ററും മെമി സിസ്റ്ററും, 2 പേരും UK-യിൽ ഒരു ചർച്ചയിൽ കൂടുന്നവരാ. പക്ഷെ ഉയർത്തുമ്പോ 2 പേരും 2 തലത്തിലാണ് ഉയർക്കുന്നത്. ഒരേ ചർച്ചിലാണ് കൂടുന്നത്, ഭയങ്കര കൂട്ടുകാരാണ്. മെമി സിസ്റ്റർ ഇവിടെയും വരും, ലിനി സിസ്റ്റർ അവിടെയും പോകും. ഇനി ഇവിടത്തെ ആരെ പറഞ്ഞു? ഇവിടത്തെ ഞാൻ 2 പേരെ പറയുന്നില്ല, ഇനി അത് പറഞ്ഞ അടുത്ത. പക്ഷേ ഉയർത്തുമ്പോ ഒരുപോലെ അല്ല, അവൾക്ക് പ്രതിഫലം കിട്ടുമ്പോൾ ഒരുപോലെ അല്ല. ഇവിടെ നമ്മൾ നമ്മുടെ കഴിവിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവിടെ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് നമ്മൾ എത്ര പേരെ നീതിയിലേക്ക് തിരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാമ്യം പറയാമെങ്കിൽ പറഞ്ഞു. നീ എന്തിനാണ് പ്രാധാന്യത കൊടുത്തവ? നീ എന്തിനാണ് വില കൊടുത്തവ? നീ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചവ? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിന്റെ ജീവനാടി സുവിശേഷമായിരുന്നോ? നിന്റെ പ്രാർത്ഥനാ വിഷയം നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ഭാരമായിരുന്നോ? എന്തിനാണ് നീ വില കൊടുത്ത് പ്രാർത്ഥിച്ചവ? എന്തിനാണ് നിന്റെ പണം നീ ചെലവഴിച്ചവ? എന്തിനാണ് നിന്റെ സമയം നീ ചെലവഴിച്ചവ? ഇതിനനുസരിച്ച് സ്വർഗീയ ശരീരങ്ങളിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. ഒരാമേൻ ആ കരം ഉയർത്തി. ഇതുവരെ 3.5 വർഷമായിട്ട് നമ്മളെ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ സന്ദേശം പറയുന്നു. ഇങ്ങനെ ഒരു സന്ദേശം നമ്മൾ ആദ്യമായിട്ട് പറയുകയാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ നമുക്ക് എന്ത് പറയണം? പറ, എല്ലാവരും പറ. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ, സുവിശേഷം നിങ്ങൾ പറയാൻ പഠിച്ചില്ലെങ്കിൽ, നിങ്ങൾ സുവിശേഷം പറയാൻ പഠിക്കണം. സുവിശേഷം പറയാൻ അറിയില്ലെന്ന് ഒരാള് പറയരുത്. സുവിശേഷം പറയാൻ അറിയില്ല എന്ന് ഒരു വ്യക്തി പറയരുത്. നിങ്ങൾ എത്ര പേരുണ്ടെങ്കിൽ പോരെ, നമുക്ക് ഈ സമയം അങ്ങ് കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊരിക്കലും ക്ലാസ് എടുത്തുള്ളതാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റും. ശ്വാസം എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റും. എനിക്കറിയില്ലായിരുന്നു. 3 വർഷം ബൈബിൾ സ്കൂൾ പഠിച്ച ശേഷം എനിക്ക് സുവിശേഷം പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം കുറെ അവര് സങ്കീർത്തനമൊക്കെ പഠിപ്പിച്ചു വിട്ടു, കുറെ വേദശാസ്ത്രമൊക്കെ പഠിപ്പിച്ചു വിട്ടു. ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങുന്നത് നമ്മുടെ തങ്കരായി ഭാഷ കൂടമാണ്. നമ്മളെ ബന്ധം അതാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരാളെ കണ്ടു പഠിക്കാം. എന്നോട് പിന്നെ ഡിഗ്രി പഠിച്ചിട്ടുള്ള, അതായത് വലിയ വേദശാസ്ത്രം പഠിച്ചിട്ടുള്ള, MD പഠിച്ചിട്ടുള്ള പാസ്റ്റർമാർ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സജി പാഷേ MD പഠിച്ചു ഞങ്ങൾക്ക്, പക്ഷെ സുവിശേഷം പറയാൻ അറിയില്ല കേട്ടോ. പാസ്റ്റർ ഒന്ന് പറഞ്ഞു തരൂ, പാസ്റ്റർ ക്ലിപ്പ് ഒന്ന് അയച്ചു തരൂ, പാസ്റ്റർ ക്ലാസ് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആരാണെന്ന് പറയല്ല, നമ്മളുടെ ജീവസ്പർശനം പറയുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു ഒറ്റ കാര്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നമ്മൾ ഏറ്റവും ഒടുവിൽ പ്രാപിക്കാൻ പോകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ്. ശരിയായോ? അന്ന് പ്രാപിക്കുന്നത് നാം ഇവിടെ ചെയ്തതിനനുസരിച്ചാണ്. എന്നാൽ കർത്താവിന്റെ വരവിൽ നാം പ്രാപിക്കുന്നത് പുനരുത്ഥാന ശരീരമാണ്. അപ്പൊ പുനരുത്ഥാന ശരീരം വേറെ, പ്രതിഫലം വേറെ. പ്രതിഫലം നമുക്ക് ലഭ്യമാകുമ്പോൾ നോക്കിയേ, അതിനകത്ത് ശരീരങ്ങൾ വെളിപ്പെടുന്ന തേജസ്സിന് മാറ്റമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ AC കാളിന്റെ മുമ്പിൽ ചെയറിനകത്ത് വന്നിരുന്ന് 2 എന്താ പറയുക സ്തോത്രഗീതം പാടുമ്പോൾ നല്ല ചടുചുടുന്ന് 4 അന്യഭാഷ പറഞ്ഞ് നോക്കിയേ, ചർച്ചിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നോക്കിയേ കാര്യഗൗരവമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും അതേ ചർച്ചിനകത്ത് തന്നെ ഒരു കാര്യം പറയാനില്ല, വീടിനകത്ത് എന്താ പറയുക ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല, പക്ഷെ ദൈവവചനവുമായിട്ട് ട്രാക്റ്റുമായിട്ട് സുവിശേഷമായിട്ട് വീടുകൾ കയറി ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിക്കും ഒരുപോലെയാണ് പ്രതിഫലം എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ?
ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്ത് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? സുവിശേഷം പറയാൻ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? എനിക്കത് ധൈര്യത്തോടെ പറയാൻ പറ്റും. കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം എടുത്ത് പഠിച്ചാൽ ഞാൻ പറയും, ഞാൻ നല്ലൊരു സുവിശേഷകനാണ്. ഞാൻ നല്ലൊരു പാസ്റ്ററല്ല, നല്ലൊരു പ്രവാചകനല്ല, നല്ലൊരു ടീച്ചറല്ല, നല്ലൊരു ഭർത്താവല്ല, നല്ലൊരു മോനല്ല, നല്ലൊരു അപ്പനല്ല. പക്ഷെ ഞാൻ ധൈര്യത്തോടെ പറയും, ഞാൻ നല്ലൊരു സുവിശേഷകനാണ്. അത് പറയാൻ എനിക്ക് ഗ്യാരണ്ടിയാണ്. ഒരൊറ്റ വ്യക്തിയെ ഞാൻ വെറുതെ വിട്ടില്ല. ആമേൻ, ആമേൻ. ഓക്കെ, ഞാൻ തിരിച്ചു വരികയാണ്. എന്തോ അറിയാതെ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. നിങ്ങളെ ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനല്ലാതെ ആരേത് പറയാ. അപ്പൊ നിങ്ങളുടെ അകത്ത് അതൊരു വീര്യം കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. റോമാലേഖനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇത് നമ്മൾ കർത്താവ് വന്ന ശേഷം നടക്കുന്ന കാര്യമാണ് കേട്ടോ. 2 കാര്യം. ഒന്ന്, പുനരുത്ഥാനം, ശരീരം കിട്ടുന്ന കർത്താവിന്റെ വരവിലാണ്. പ്രതിഫലം കിട്ടുന്നത് ന്യായാസനത്തിലാണ്. അപ്പൊ രണ്ടും കർത്താവിന്റെ വരവും അതിന് ശേഷം നടക്കുന്ന കാര്യമല്ലേ? ഹലോ, സംശയമില്ലല്ലോ. അപ്പൊ ശരീരത്തിന്റെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടുന്നതല്ലോ. ഡൗട്ട് ഉണ്ടോ? ഞാൻ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, ഇപ്പൊ അത് കിട്ടുമെന്ന് പറയുന്നവരുണ്ട്. തെറ്റാണത്. ഇപ്പം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇപ്പം നടന്നിട്ടില്ല. ഓക്കെ, അതങ്ങനെ പഠിപ്പിച്ച് നമ്മൾ ഒരു ഓളത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ ചാടി സ്തോത്രമൊക്കെ പറയും. എന്നാൽ ഇപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പൊ നടക്കുന്നത് 8:14 റോമാലേഖനം 8:14 എടുത്ത് നിങ്ങൾ. റോമാലേഖനം 8:14. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ ഹൂയോസ് ആകുന്നു. അതിപ്പോ നടക്കുന്നതാണ്. അതെപ്പോ നടക്കുന്നതാണ്? ഹൂയോസ് എന്ന് പറഞ്ഞാൽ പക്വത വന്നവൻ. യോർദാന്റെ കടവിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാന്റെ കടവിൽ ഇറങ്ങി സ്നാനപ്പെടാൻ നിൽക്കുന്ന യേശുക്രിസ്തു സ്നാനമായിട്ട് പൊന്തിക്കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ ഹൂയോസാണ്. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് പുനരുത്ഥാനത്തിന്റെ എന്താണ്? അല്ലറ എന്താണ്? അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ യേശുക്രിസ്തു ഹൂയോസായി നിൽക്കുന്നത് യോർദാന്റെ കടവിലാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ പുനരുത്ഥാന ശരീരം പ്രാപിക്കാൻ പോകുന്നു യേശുവിന്റെ വരവിലാണ്. പക്ഷേ നിങ്ങൾക്ക് ദൈവാത്മാവിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹൂയോസായി മാറാം. അതിപ്പോ നടക്കുന്ന കാര്യം. ആമേൻ പറ. ശക്തി അതിപ്പോ നടക്കുന്ന, അത് ഇന്ന് സംഭവിക്കാം, അത് നാളെ സംഭവിക്കാം, ഈ ആഴ്ച സംഭവിക്കാം. അത് സംഭവിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറാൻ തുടങ്ങും. അത് ഇന്ന് തുറക്കാൻ തുടങ്ങിയാൽ നീ ചെല്ലുന്നിടത്ത് മുഴുവൻ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അത് പുനരുത്ഥാന ശരീരം കിട്ടിയവനാലല്ല, അത് ഹൂയോസായി മാറിയവന്റെ ഓപ്പണിംഗ് നടക്കുന്നതാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒന്നും കൂടെ ഇറങ്ങുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചിന്തിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ചിത്രകത്ത് തെളിഞ്ഞു വരുന്നോ? നമ്മൾ റോമാലേഖനം ബൈബിൾ കോളേജ് എടുത്തതിനേക്കാൾ ഇപ്പൊ തെളിഞ്ഞു വരുന്നില്ലേ? ഹലോ, സിസ്റ്റം ഉണ്ടെന്നില്ല. റോമാലേഖനം എടുത്തതിനേക്കാൾ തെളിഞ്ഞു വരുന്നുണ്ടോ ഇപ്പൊ? ഓക്കെ, അന്ന് എടുത്തതിനേക്കാൾ വീണ്ടും ഇത് തെളിഞ്ഞു വരിക. ഓക്കെ, ഇനി നമ്മൾ അതിനകത്തേക്ക് പോവുകയാണ്. ഇനി ഇതിന്റെ അടുത്തുള്ള ഭാഗം എന്ന് പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ. അപ്പൊ ദൈവാത്മാവ് നടത്തുന്നതിനേക്കാൾ മുമ്പ് ആദ്യം ഉണ്ടായത് നിങ്ങൾക്ക് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചു. ആ ആദ്യദാനം ലഭിച്ചപ്പോൾ നിങ്ങളുടെ അകത്തു വന്ന ദൈവാത്മാവ് നിങ്ങളെ മുദ്ര വച്ചു. നിങ്ങൾക്ക് ആത്മാവിനെ അച്ചാരമായി നൽകി. ഈ 2 വാക്യങ്ങൾ നിങ്ങളുടെ അകത്ത് കിടക്കണം. അത് കിടക്കുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 1-ാം അധ്യായത്തിന്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ
14 വാക്യം. തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ, അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒന്ന്, ദൈവം അവകാശമായി, അവൻ അച്ചാരമായി ദൈവാത്മാവിനെ തന്നിരിക്കുന്നു. 2, പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്ര വെച്ചിരിക്കുന്നു. അപ്പൊ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യദാനത്തിൽ കിട്ടിയതാണ്. അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി. എന്ത് കിട്ടി? അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി. 2, പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്ര വെച്ചു. ആ ആത്മാവ്, ഇതൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കാതെ. ഇപ്പൊ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ ഇരിക്കുന്നേ. നിങ്ങളുടെ അകത്ത് ആത്മാവിന്, ഞാൻ പണ്ട് പീച്ചിലെ മാങ്ങാ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മാങ്ങാ പൂക്കുന്നേക്ക് മുമ്പ് മാങ്ങ കച്ചവടക്കാർ വരും. എന്റെ അപ്പച്ചന്റെ കയ്യിൽ അവർ അച്ചാരമായിട്ട് പൈസ കൊടുക്കും, ഒരു തുക അവർ പറഞ്ഞൊപ്പിക്കും. എന്നിട്ട് മാങ്ങ കായ്ക്കുന്ന സമയത്ത് അവർ വരും. അച്ചാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ഞങ്ങളുടെ അല്ല, ഞങ്ങളുടെ പറമ്പിലാ വെക്കുന്നത്, ഞങ്ങളുടെ മാവിലാ വെക്കുന്നത്. പക്ഷെ ഇനി മാങ്ങ ഞങ്ങളുടെ അല്ല, അതിനൊരാൾ വന്ന് അച്ചാരം തന്നു കഴിഞ്ഞു. ഇതുപോലെ രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങളുടെ ഉടമസ്ഥൻ മറ്റൊരാളാണ്. അവന്റെ രക്തം മറുവിലയായി നൽകി നിങ്ങളെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവൻ ഒരു ദിവസം വരും. അവൻ ഒരു ദിവസം വരുമ്പോൾ ഈ ആത്മാവിനെ അച്ചാരമായി തന്ന അവൻ ആത്മാവിനാൽ നിങ്ങളെ അവനെ പോലെ പണിയുകയാണ്. ഓക്കെ, ഇനി നമ്മൾ റോമാലേഖനത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ആത്മാവ് നമ്മുടെ അകത്ത് വന്ന ശേഷം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് 8:16. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പൊ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ആരാണ്? പറ. ദൈവത്തിന്റെ മക്കൾ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ദൈവത്തിന്റെ ശിശുക്കളാണ്. ശിശുക്കളായ നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. പറയാൻ പറ്റി പറഞ്ഞ കർത്താവ്. ശിശുക്കളായ നിങ്ങൾക്ക് പുത്രത്വത്തിനൊരു വളർച്ചയുണ്ട്. ഇവിടെ നമുക്ക് പറ്റിയ അബദ്ധം എന്താന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ശബ്ദം കേട്ടാ മതി. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ശബ്ദമായി സംസാരിച്ചാ മതി. ഞാൻ നല്ലൊരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ദൈവശബ്ദം ഒന്ന് കേൾക്കണം. ഇനി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പ്രവാചകന്മാരാകണം. നിങ്ങൾക്ക് ആരാകണം? നല്ല കാര്യമാണ്, എല്ലാവർക്കും ദൈവ ശുശ്രൂഷ നൽകണം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പുത്രത്വത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരം, നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന പുത്രത്വവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരവും, രണ്ടും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടേ? വരം വേണം. ഏത് വരം വേണം? ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ. പ്രവചനവരം. ഇത് ആ വരം കിട്ടിയാൽ ആളാകാൻ പറ്റിയ വരമാണ്. പിന്നെ ആൾക്കാരെ മൊത്തം രഹസ്യം എന്ത് ചെയ്യാം? അതൊക്കെ വെറുതെ തോന്നലാണ്. ഇതൊക്കെ ഞാൻ പ്രവചനവരത്തിന് എതിരില്ല കേട്ടോ. പ്രവചനവരം അങ്ങനെ നിറയും. സഭയ്ക്കകത്ത് പ്രവചനവരം അതിന്റെ ആഴത്തിൽ വെളിപ്പെടും. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങൾ സംസാരിക്കുന്നതല്ലേ പ്രവചനവരം? ആണോ? അതെ. ബിലയാമിന്റെ കഴുത പറയേ, അറിയോ? ബിലയാമിന്റെ കഴുതനെ അറിയോ നിങ്ങൾക്ക്? ബിലയാമിന്റെ കഴുത പറയും, ഞാൻ 21 ഇരുന്നിട്ടില്ല, 40 ഇരുന്നിട്ടില്ല, പക്ഷേ പെട്ടെന്നൊരു ദിവസം ഞാൻ ദൈവശബ്ദം കിട്ടും, വഴി വെച്ച് പ്രവാചകനോട് ഞാൻ പ്രവചിക്കാൻ തുടങ്ങി.
കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഞാൻ ഒരിക്കലും ആ ശുശ്രൂഷ അവഹേളിച്ചു എന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് തെറ്റുകാരാകും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുക. ഒരു കഴുതിയെ കർത്താവിന് പ്രവചനവരത്താൽ ഉപയോഗിക്കാം. ഒരു കഴുതിയെ ദൈവത്തിന് വരം നൽകി സംസാരിപ്പിക്കാം. പക്ഷേ ഒരൊറ്റ കഴുതിയെയും പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്ന് യേശുവിനെ പോലെയാക്കാൻ പറ്റുകയില്ല. ഞാൻ പറയുന്നത് ഗൗരവം മനസ്സിലായെങ്കിൽ കരമുയർത്തി രാമേ പറ കർത്താവിന്. അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രവചനപരം, നമ്മൾ ആഗ്രഹിക്കുന്നത് രോഗശാന്തിപരം. പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിൽ ഇത് മുഴുവനുണ്ട്. പുത്രനായ ക്രിസ്തുവല്ലേ ശമരിയ ദേശത്തുള്ള യാക്കോബിന്റെ കിണറിന്റെ അടുക്കൽ വെച്ച് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന കൊച്ചുപെണ്ണ്, അവൾ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ, വെള്ളം കോരാൻ വന്നപ്പോൾ അവളുടെ മുഖത്ത് വെച്ച് പറഞ്ഞില്ല, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവ് അല്ലെന്ന് പറഞ്ഞില്ലേ? ഏറ്റവും കണ്ണിങ്ങായ പ്രവചനം അതല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പുത്രത്വത്തിന്റെ ആത്മാവ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങളിലൂടെ തുറക്കുന്ന ഒരു പ്രൊഫറ്റിക് മാൻഡിലല്ലേ? ഞാൻ നിങ്ങളുടെ കണ്ണിനെ വരങ്ങളിൽ നിന്ന് പുത്രത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ നിങ്ങളുടെ കണ്ണിനെ, ഞാൻ നിങ്ങളുടെ നോട്ടത്തെ വരങ്ങളിൽ നിന്ന് സൺഷിപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. സൺഷിപ്പ് ഓപ്പൺ ആയാൽ അതിനകത്ത് പ്രൊഫറ്റിക് മാൻഡിലുണ്ട്. സൺഷിപ്പ് ഓപ്പൺ ആയാൽ അതിനകത്ത് അപ്പോസ്തോലിക മാൻഡിലുണ്ട്. സൺഷിപ്പ് ഓപ്പൺ ആയാൽ അതിനകത്ത് ഉപദേഷ്ടാവിന്റെ മാൻഡിലുണ്ട്. സൺഷിപ്പ് ഓപ്പൺ ആയാൽ അതിനകത്ത് സുവിശേഷ മാൻഡിലുണ്ട്. സൺഷിപ്പിനകത്ത് പുത്രത്വത്തിന്റെ ആത്മാവിനകത്ത് സകലതും ദൈവാത്മാവ് മറച്ചു വച്ചിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് രാമൻ പറയാമെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ പറഞ്ഞേ. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ നോട്ടം വരങ്ങളിൽ നിന്ന് സൺഷിപ്പിലേക്ക് ഉയർത്താനായിട്ട് തോന്നുന്നുണ്ടോ? ഒരാളുടെ അകത്ത് തോന്നിയാൽ ഈ സന്ദേശം വിജയമായെന്ന് ഞാൻ പറയും. ഒരാളുടെ അകത്ത് ഇതിനൊരു വെളിപ്പാട് വന്നാൽ ഞാൻ പറയും പരിശുദ്ധാത്മാവ് ശക്തിയോട് ഇടപെടുന്നു. അത് മതി. ഒരൊറ്റ വ്യക്തിയുടെ അകത്ത് ദൈവാത്മാവ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇത് ആദ്യം തുടങ്ങുന്നത് നമ്മുടെ ആത്മാവിൽ നമ്മൾ സംസാരിക്കുക. നമ്മുടെ ആത്മാവ് 16-ാം വാക്യം നാം മക്കളെന്ന് 16-ാം വാക്യം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. നമ്മുടെ ആത്മാവോട് സാക്ഷ്യം. ഇവിടെയാണ് നമ്മുടെ ആരംഭം ഉണ്ടാകുന്നത്. നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയുക. 1. 2, നമ്മുടെ അകത്തിരുന്നു കൊണ്ട് പുത്രത്വത്തിന്റെ ആത്മാവിൽ അവൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ പകൽ കണ്ടതാണ്. ഗലാത്യ ലേഖനം 4:6. അവനും വിളിക്കുന്നു, നമ്മളും വിളിക്കുന്നു. 3, വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയാത്തവനാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ചിരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ അകത്ത് ആത്മാവെന്ന ആദിദാനം ലഭിച്ചു. നമ്മുടെ ആത്മാവിൽ അവൻ അച്ചാരം നൽകി. അവൻ നമ്മെ ആത്മാവിൽ മുദ്ര വെച്ചു. അടുത്തത് അവൻ നമ്മുടെ ആത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് ആത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ നമ്മുടെ അകത്തിരുന്ന് ദൈവത്തോട് അപ്പാ പിതാവേന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കൊഞ്ചി ആ ഇന്റിമസി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് നമ്മുടെ അകത്തിരുന്ന് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം ചെയ്യുന്നത് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കാനാണ്. നമ്മളിൽ ദൈവത്തിന്റെ പുത്രത്വം തുറക്കാനാണ്. നമ്മെ ഹൂയോസാക്കാനാണ്. ഇനി നമുക്ക് ഞാൻ ഇത് തെളിവ് നൽകുന്ന ഒരു വാക്യം. അപ്പൊ ഈ ഭാഗം പറഞ്ഞു വരുമ്പം നമുക്ക് വേണമെങ്കിൽ 23-ാം വാക്യപ്രകാരം റിഡംഷന് വേണ്ടിയാണ് ഇത് പറഞ്ഞു വരുന്നതെന്ന് തോന്നാം. പക്ഷെ റിഡംഷന് വേണ്ടി മാത്രമല്ല ഇത് പറഞ്ഞു വരുന്നത്. ഇതിനിടയിൽ നിങ്ങളെ കൊലോസ്യ ലേഖനം 4:12 വായിച്ചേ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വായിച്ചു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് പൗലോസിന്റെ സഹപടനായ എപ്പഫ്രാസ്
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നേ? പറ. തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരും. എല്ലാം നോക്കി, നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ, ലാപ്ടോപ്പിൽ ഇരിക്കുന്നെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഓഫ് ചെയ്യരുത്. ഒന്ന് നോക്കി. നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നു മുതൽ എങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാമോ? കർത്താവേ, റീത്ത സിസ്റ്ററെ തികഞ്ഞവളാക്കണമേ, സുമ സിസ്റ്ററെ തികഞ്ഞവളാക്കണമേ, നോക്കിയേ, മിമി സിസ്റ്ററെ തികഞ്ഞവളാക്കണമേ, ലിനി സിസ്റ്ററെ തികഞ്ഞവളാക്കണമേ, സന്തോഷ് കോമള സിസ്റ്ററെ തികഞ്ഞവളാക്കണമേ, പ്രസന്നകുമാരി സിസ്റ്ററെ തികഞ്ഞവരാക്കണമേ. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന. നിങ്ങൾ ആരെങ്കിലും ഒരു വ്യക്തി ഓർക്കുമ്പോ കർത്താവേ ആ വ്യക്തിയെ തികഞ്ഞവരാക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നോണ പറയരുത്. അപ്പൊ നമ്മുടെ അകത്ത് ഇത് കേറിയിട്ടില്ല. റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുകയാണ്, എന്റെ കൂടെ ഒരുവൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവന്റെ പ്രാർത്ഥന വീട്ടിൽ കൊച്ചിന്റെ കല്യാണം നടക്കട്ടെ എന്നല്ല. അവന്റെ വീട്ടിൽ അവന്റെ പ്രാർത്ഥന, അയ്യോ കർത്താവേ ആ വീട്ടിനകത്ത് സമാധാനം കൊടുക്കണമേ, ആ വീട്ടിലെ പ്രശ്നം തീർക്കണമേ, സഹോദരി വിഷമിക്കുകയാണല്ലോ, സഹോദരൻ ഭാരപ്പെടുകയാണല്ലോ. അല്ല, അവന്റെ പ്രാർത്ഥന, കർത്താവേ നീ ഇവരെ മുഴുവൻ തികഞ്ഞവരാക്കണമേ. ഒന്നൊരു ആമ്യം പറയാൻ തോന്നുന്നെങ്കിൽ കരമുയർത്തി കർത്താവിന്. ഇതുകൊണ്ട് പൗലോസ് പറഞ്ഞു, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയുന്നില്ല. ഞാനിത് പറഞ്ഞ കരഞ്ഞു പോയി. സത്യത്തിൽ നമ്മുടെ പ്രാർത്ഥന എന്താ? വെറും കുറെ പരാതപ്പെട്ട് തുറക്കുന്നതല്ലേ പ്രാർത്ഥന. മക്കളെ, നിന്റെ ഓരോ വിഷയവും, നിന്റെ സങ്കടങ്ങൾ അറിഞ്ഞ്, നിന്റെ വേദനകൾ അറിഞ്ഞ്, നിന്റെ കുഴികളിൽ നിന്ന് നീ അതാത് സമയത്ത് പൊക്കിയെടുക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത്. ഉറപ്പോടെ ആമ്യം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കേണ്ടത് ഓരോ വ്യക്തികളും തികഞ്ഞവരാകാൻ, പെർഫെക്റ്റ് ആകാൻ. അത് നിന്നെ വേദനിപ്പിക്കുന്നവരാകട്ടെ, നിന്നെ പീഡിപ്പിക്കുന്നവരാകട്ടെ, നിന്നെ തകർക്കുന്നവരാകട്ടെ, നിന്നെ അപമാനിക്കുന്നവരാകട്ടെ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ അവരെ പഠിപ്പിക്കണമല്ല, കർത്താവേ നീ അവരെ തികഞ്ഞവരാക്കണമേ. അവന്റെ പ്രാർത്ഥനാ മനോഭാവം നമ്മുടെ അകത്ത് വരട്ടെ. ഇന്നും രാത്രി ഇരുട്ടുള്ളപ്പോൾ, എന്നും പ്രഭാതത്തിൽ കൊച്ചുവെളുപ്പകാലത്ത് പിതാവിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനെ സുവിശേഷത്തിൽ കാണാം. എന്റെ ചോദ്യം, എന്തിനാ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ പിതാവേ ഇവരെ പണിയണമേ, എന്റെ ഇഷ്ടം വിട്ട് ഒരു വാക്ക് പോലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറി പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇവരെ പണിയേണ്ടവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടിവിൽ നിൽക്കുന്ന പുത്രൻ തമ്പുരാൻ നമ്മുടെ അകത്തിരിക്കുക. എന്തോ എന്റെ അകത്ത് പെട്ടെന്ന് ദൈവാത്മാവ് ഒരു സ്പർശനം നൽകിയതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയതാണ്. ഞാൻ തിരിച്ചു വരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം? പറ, എന്താകാൻ വേണ്ടി? അപ്പൊ ഇനി നിങ്ങൾ എന്നെ ഓർക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണം? പറ. കർത്താവേ, സജി പാസ്റ്റർക്ക് ഭയങ്കര ക്ഷീണമാണ്, പ്രസംഗിക്കാൻ കൃപ കൊടുക്കണം, ഒന്നും പ്രാർത്ഥിക്കണ്ട. പക്ഷേ കർത്താവേ അങ്ങേരെ തികഞ്ഞവനാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. മറക്കുവോ? ഹലോ, മറക്കുവോന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരൊറ്റ വാക്ക്, കർത്താവേ ഞങ്ങളുടെ പാസ്റ്ററെ, ഞങ്ങളുടെ മോനെ, അല്ലെ ഞങ്ങളുടെ എന്താ നിങ്ങൾ വിളിക്കുന്നത്, എന്താ നിങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ സഹോദരന് കർത്താവേ തികഞ്ഞവനാക്കണമേ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ ഇവരെ തികഞ്ഞവരാക്കണമേ, ദൈവഗീതം സംബന്ധിച്ച് ഇവരെ നിശ്ചയമുള്ളവരാക്കണമേ. നിങ്ങൾ ദൈവഗീതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരായാൽ ആ ദൈവഗീതത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്ന നന്മയുണ്ട്. ദൈവിക നന്മകൾ ഓപ്പണാകും. പക്ഷെ ഞാനീ പറയാൻ വന്നത് വേറെ, പ്രസംഗിക്കാൻ വേണ്ടി വന്നത്, എഴുതി വെച്ച നോട്ട് വേറെ, പറഞ്ഞു പോകുന്നത് വേറെ വഴിക്ക്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ തികഞ്ഞവരാക്കണമേ, ദൈവഗീതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ സാമ്പത്തിക വിഷയമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വഴിയുണ്ട്. അതേതാ വഴി? റോമാലേഖനം 1:1 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാമനായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുമുതുക്കി രൂപാന്തരപ്പെടുക.
അപ്പൊ ദൈവഗതം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി രൂപാന്തരപ്പെട്ടാൽ അവനകത്ത് എന്തോ ഉണ്ട്? നന്മയുണ്ട്. അത് പറ. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? നമ്മുടെ പ്രാർത്ഥനയില് 75% നന്മയുടെ കാര്യമല്ലേ? ആണോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അതോ എന്റെ ക്ലാസ്സിൽ ഞാൻ എന്റെ പദപ്രയോഗങ്ങൾ കൊണ്ട് മനസ്സിലാകാത്തതാണോ? അതോ മനസ്സിലായിട്ട് നിങ്ങൾ മനസ്സിലായില്ലെന്ന് അഭിനയിക്കുന്നതാണോ? ഏതാണ് അതെന്ന് പറഞ്ഞാൽ കൊള്ളാം. മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ദൈവഗതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ അതോടുകൂടെ തുറന്നു വരുന്ന നന്മയുണ്ട്. അപ്പൊ നന്മയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങളുടെ സഹോദരന്മാരെ തികഞ്ഞവരാക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? സഹോദരന്മാരെ തികഞ്ഞവരാക്കാൻ പ്രാർത്ഥിക്കണം. തികഞ്ഞവരാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിക്കാതെ ദൈവം നന്മ തുറക്കാൻ തുടങ്ങും. ആമേൻ പറയാമെങ്കിൽ ശക്തിയോടെ പറഞ്ഞു കർത്താവിന്. നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവൻ തികഞ്ഞവനാകാൻ നീ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥന കേട്ട് തികഞ്ഞവരായി പണിയുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുമ്പോൾ, ആ തികഞ്ഞവരാക്കി പണിയുന്നവരെ മേൽ ദൈവം തുറക്കുന്ന നന്മകളുണ്ട്. നീ അറിയാത്ത വാതിലുകൾ തുറന്നു വരികയാണ്. ഒന്നാമയം പറയാൻ പറ്റുമെങ്കിൽ ശക്തിയോടെ പറഞ്ഞു കർത്താവിന്. ദൈവഗതം നിന്നിൽ തുറക്കുന്ന നന്മയുണ്ടാവും. എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെ വട്ടം കറങ്ങി പോകുന്നതെന്ന്. തിരിച്ചു ഞാൻ വരുന്നു. പലവട്ടമായി ഞാൻ റൂട്ടിലേക്ക് വരാൻ നോക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി കൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന്. പക്ഷെ ഇന്ന് രാത്രി കൊണ്ട് ഇത് തീരുകയില്ല. ഓക്കെ, നമ്മളതിന്റെ 14 വാക്യമാണ് വായിച്ചത്. ദൈവാത്മാവ് വായിക്കേ. ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ കൂടെ ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. കുറച്ച് മാസേ ആൾ നിന്നുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് വെക്കുന്ന ആൾക്കാർ ഒരു കാര്യം പറയാറുണ്ട്. നിങ്ങൾ ഒരാഴ്ച എവിടെയാണ് പോകുന്നത്, ഏതൊക്കെ വീടുകളിലാണ് പോകുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എനിക്കറിയണം. കാരണം എനിക്ക് പകരമായിട്ടാണ് ഞാൻ നിങ്ങളോട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് ആളെ ഇവിടെ എടുത്തത്. എന്നിട്ട് ഞാനിവിടെ നിന്ന് UK പോയ സമയത്ത്, ഏതൊരു സമയത്ത് പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാൻ പഠിക്കും. അപ്പം എവിടെ പുള്ളി വേറൊരാളോട് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം പുള്ളി വേറെ സ്ഥലത്ത് പോയിരുന്നു, ഒരു വീട്ടിൽ പോയിരുന്നു. അപ്പൊ പുള്ളി അവിടെ പോയിരുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അപ്പൊ എന്നിട്ട് എന്നോട് അവിടുത്തെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയ കാര്യം പറഞ്ഞു. ഈ വീട്ടിൽ പോയ കാര്യം ആൾ പറയുന്നില്ല. അപ്പൊ എനിക്കറിയാം പുള്ളി ആ വീട്ടിൽ, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോ ഞാൻ അത് കയ്യോടെ ചോദിച്ചു. ഞാൻ 2 വട്ടം ചോദിച്ചു, ബ്രദറെ വേറെ എവിടെയെങ്കിലും പോയിരുന്നോ? ഇല്ല. വേറെ എവിടെയെങ്കിലും പോയിരുന്നോ? ഇല്ല. പറഞ്ഞാൽ അറിയും നിങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഒടുവിൽ ഞാൻ ചോദിച്ചു, ബ്രദറെ എന്തിനാ ഇന്നോണ പറയുന്നത്? ബ്രദർ ഇന്ന വീട്ടിൽ പോയില്ലേ? ഇത്ര മണിക്കൂർ ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചില്ലേ? നിങ്ങളോട് ദൈവാത്മാവ് സംസാരിച്ചില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ഇന്നോണ പറയുന്നത്? അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തിയോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞു കൊടുത്തു. കേൾക്കണം നിങ്ങൾ. എന്നിട്ട് ആള് പറയാണ്, എനിക്കങ്ങനെ സജി പാസ്റ്റർ പറയുന്ന പോലെ മടക്കാൻ പറ്റുകയില്ല, എന്നോട് ദൈവാത്മാവ് പറയുന്ന പോലെ ഞാൻ മടക്കുള്ളൂ. എന്നോട് ദൈവാത്മാവ് പറയും. അപ്പൊ ഈ ദൈവാത്മാവ് പറഞ്ഞെന്നും പറഞ്ഞ് ഇഷ്ടമുള്ള വഴിക്ക് മടക്കുന്നവരുണ്ട്. ഹലോ, പിണങ്ങൊന്നും ചെയ്യരുത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ അടുക്കിന് പഠിക്കുക. ദൈവാത്മാവ് പറഞ്ഞെന്നും പറഞ്ഞ് ഇഷ്ടമുള്ള വഴിക്ക് മൊത്തം മടന്നിട്ട് അവനെ മൊത്തം ദൈവാത്മാവ് പറഞ്ഞെന്നും പറഞ്ഞ് കൂട്ടിച്ചേർക്കുക. ഇവിടെ റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്നവരേവരും ആരാണ്? അപ്പൊ ദൈവാത്മാവ് നടത്തുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ലേഖനം ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കണ്ടേ? റോമാലേഖനം 8:3 വായിച്ച് ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. അവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കും, ആരോടെ ചോദിക്കണ്ടേ? ഒരാളോട് ചോദിക്കണ്ടേ? ഏറ്റവും ഉറങ്ങിയിരിക്കുന്ന ആളോട് ചോദിക്കാം. ആരാ ഉറങ്ങിയിരിക്കുന്നത്? ചിരിക്കാതിരിക്കുന്ന ആരാ? നോക്കട്ടെ. 8:3 വായിച്ചേ.
ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി. 8:14 8:4 കിട്ടിയോ? റോമാലേഖനം 8:14 എന്താണ്? ദൈവാത്മാവ് നടത്തുന്നവർ, ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ ആണ്. 8:14 8:4 ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നമ്മൾ. അപ്പൊ രണ്ടുപേരും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണോ? അതെ. ആണോ? ഹലോ, അതെ. രണ്ടു വാക്യത്തിലും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയല്ലേ? അതെ. 8:4 പറഞ്ഞു ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. 8:14 ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ. അപ്പൊ രണ്ടും നടത്തുന്നവരാരാണ്? ദൈവാത്മാവ്. അപ്പൊ ദൈവാത്മാവ് നടത്തുന്ന കാര്യമല്ലേ 8:14 8:4 പറയുന്നത്? ക്ലിയർ ആയോ? അപ്പൊ 8:14 പറയാണ് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്, ഹൂയോസാണ്. ക്ലിയർ ആയോ? ഇനി ആ വാക്യം തിരിച്ചു പറഞ്ഞേ. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകും. ദൈവത്തിന്റെ മക്കളെ ദൈവാത്മാവ് നടത്തിയിരിക്കും. ക്ലിയർ കട്ടായോ? അപ്പൊ ഇനി ദൈവാത്മാവ് നടത്തുന്നത് എങ്ങോട്ടാണ്? 8:4 വായിക്കേ. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് മടക്കുന്ന നമ്മിൽ. അടുത്ത വാക്ക്, ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതാണ്. ഇതാണ് ഇതിന്റെ ചാവി. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്ത് വെളിപ്പെടും? ന്യായപ്രമാണത്തിന്റെ നീതി. അപ്പൊ ആത്മാവ് നമ്മളെ നടത്തുന്നത് കറിയാച്ചന്റെ വീട്ടിലേക്കും അവറാച്ചന്റെ വീട്ടിലേക്കും മറിയാമ്മയുടെ വീട്ടിലേക്കും ആണോ 8:14 വെച്ച് പഠിക്കേണ്ടത്? ആത്മാവ് നമ്മെ നടത്തുന്നത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിന്റെ നിവർത്തി നമ്മുടെ അവയവങ്ങളിൽ വെളിപ്പെടുത്താനല്ലേ ആത്മാവ് നടത്തുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായെങ്കിൽ കർത്താവിനാമേൻ പറ. ഘട്ടത്തിലും ദൈവത്തിന്റെ നീതി പ്രകാരം ജീവിക്കാൻ കഴിയില്ലെന്നും ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണ പ്രകാരം ജീവിക്കാൻ കഴിയാതെ പോയ മാനവകുലത്തെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ, അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്താൽ ബൈബിൾ പറയുന്ന നിലവാരപ്രകാരം ഈ ഭൂമിയിൽ ജീവിപ്പിക്കുവാൻ നമ്മെ അകത്തിരുന്ന അനുദിനം മടക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. കിട്ടിയോ നിങ്ങളുടെ അകത്ത്? ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി വന്നോ? ജഡത്തെയല്ല, ആത്മാവിനെ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാവേണ്ടത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം പെർഫെക്റ്റ് ആകുമോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ പെർഫെക്ഷൻ വെളിപ്പെടുമോ? അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഡുവൽ സെക്കൻഡ് ഫേസ് ഓഫ് റൈച്ചസ്നെസ്. ഫസ്റ്റ് ഫേസ് ഓഫ് റൈച്ചസ്നെസ് ഈസ് ഈക്വൽ ടു അവന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. സെക്കൻഡ് ഫേസ് ഓഫ് റൈച്ചസ്നെസ് അവന്റെ ആത്മാവിനാൽ ഞാൻ ദൈവത്തിന്റെ നിലവാരമുള്ളവനായി മാറി, ഞാൻ യേശുവിന്റെ സ്റ്റാൻഡേർഡ് ഉള്ളവനായി മാറി. അപ്പൊ ഇനി നിങ്ങൾ വിഷമിക്കണ്ട, വിഷമം ഉണ്ടാകാതിരിക്കാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അപ്പൊ നമ്മളെ ആത്മാവ് നടത്തുന്നത് ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് മടക്കുന്ന നമ്മൾ എന്ത് വെളിപ്പെടുകയാണ്? ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകാണ്. എന്ത് വെളിപ്പെടുകയാണ്? ന്യായപ്രമാണത്തിന്റെ. ഇങ്ങനെ യേശു നിവർത്തിച്ചത് യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെട്ടപ്പോഴല്ലേ? എന്നിട്ട് വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നപ്പോൾ എന്താ ഉണ്ടായത്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് മടത്തിയോ? 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് മടത്തിയോ? നമ്മുടെ അകത്ത് ദൈവാത്മ നടത്തിട്ടുണ്ട്,
നമ്മെ ദൈവാത്മാവിനാൽ നടത്തി നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി വെളിപ്പെടുത്തി നമ്മെ പണിവെടുത്ത ശേഷം ദൈവാത്മാവ് നമ്മെ ദേശത്തേക്ക് നടത്തിക്കൊണ്ട് രണ്ട് ടൈപ്പ് നടത്തിക്കൊണ്ട് വായിച്ചു. അത് ആ വാക്യം കൂടെ നിങ്ങൾ കണ്ടു നിർത്താം. ഇന്ന് തീരെയല്ല അത്. പല സ്ഥലത്തേക്ക് സാരമില്ല, ഞാനത് നമുക്ക് തീർന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ദിവസങ്ങൾ കിടക്കുകയല്ലേ. നമുക്കിത് ഞാൻ പഠിപ്പിക്കും തോറും ദൈവാത്മാവ് ഇത് ഓരോ വാക്യങ്ങൾ ഞാനിപ്പോ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ വാക്യങ്ങൾ ദൈവാത്മാവ് തുറന്നു വരിക. ലൂക്കോസ് 4:1 വായിച്ചേ. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് നമ്മളെ മടത്തുവോ? ആത്മാവ് നമ്മളെ മടത്തുവോ? നടത്തും. അപ്പൊ അത് ആത്മാവ് നമ്മെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നടത്തും, ഒരു സംശയമില്ല. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ അകത്തിന് നടത്തിക്കൊണ്ട്, നമ്മുടെ അകത്ത് നമ്മെ നടത്തിക്കൊണ്ട് ആ നടത്തിപ്പിൽ ദൈവാത്മാവ് ജഡത്തെയല്ല ആത്മാവിനെ എത്രയനുസരിച്ച് മടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന്റെ നീതി വെളിപ്പെടും. ഓക്കെ, ഇനി നമുക്ക് 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തൊട്ടാണ് ഇനി നമുക്ക് തുടങ്ങേണ്ടത്, പറഞ്ഞു വരേണ്ടത്. അവിടെ ഒരു ഒറ്റ വാക്യമുണ്ട്, 17-ാം വാക്യം. ഞാനത് വായിച്ചു. നാം മക്കളെങ്കിലും അവകാശികളുമാവുന്നു, ദൈവത്തിന്റെ അവകാശികളും. അപ്പൊ അവിടെ പറഞ്ഞു, നിങ്ങൾ ശിശുക്കളാണെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ അവകാശികളാണ്. നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ആണ് നിങ്ങൾ പുത്രന്മാരായി വളരുക എന്നുള്ളത്. നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ആണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ആണ് തേജസ്സേറിയ ശരീരങ്ങളുമായി കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഇൻഹെറിറ്റൻസുകളെ നിങ്ങൾ തിരിച്ചറിയണം. ഒറ്റ വാക്യം ഞാൻ വായിച്ചിപ്പ് നിർത്തും. ബാക്കി നമുക്ക് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച പകൽ ആരാധനയും നമുക്ക് നോക്കാം. അവകാശങ്ങൾ നമുക്ക് അവിടെ നോക്കാം. 17-ാം വാക്യം വായിച്ചു. നാം മക്കളെങ്കിലും അവകാശികളുമാവുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നവന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടാം. എത്രത്തോളമാണോ നിങ്ങൾ സഫറിങ്ങിൽ കൂടെ കടന്നു പോകുന്നത് അത്രത്തോളം നിങ്ങൾ ഗ്ലോറിഫൈഡ് ആയിരിക്കും. അപ്പൊ ഞാൻ തിരിച്ചു പറയാണ്, എത്രത്തോളം ദൈവത്തിന് നിങ്ങളെ ഗ്ലോറിഫൈഡ് ആക്കണമോ അത്രത്തോളം ദൈവം നിങ്ങളെ സഫറിങ്ങിൽ കൂടെ കടത്തിവിടും. കിട്ടിയോ? ആ വാക്യം കിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ നാട്ടിൽ എത്രത്തോളം ദൈവത്തിന് ഗ്ലോറിഫൈഡ് ആക്കണമോ, മഹത്വീകരിക്കണമോ അത്രത്തോളം നിങ്ങളെ ദൈവം കഷ്ടത്തിൽ കൂടെ കടത്തിവിടും, വേദനയെ കൂടെ കടത്തിവിടും. ഹലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ അവന് ഉദാഹരണം പറയാം. അതുകൂടെ പറഞ്ഞ നിർത്താം. 9:28, 2-3 മിനിറ്റ്. നാട്ടിൽ ഒറ്റ വീട്ടിലും വരാത്ത വേദനയാണ് ലാസറിന്റെ വീട്ടിൽ വന്നേ. ശരിയാണോ? അല്ലേ? ആ രോഗം പിടിച്ച് കിടന്നപ്പോ കർത്താവിന് വന്നായിരുന്നെങ്കിൽ ആ ലാസറിനെ എന്ത് ചെയ്യാമായിരുന്നു? സൗഖ്യമാക്കാമായിരുന്നില്ലേ? എത്ര പ്രാവശ്യം ആ മാർത്ത കൊച്ച് എന്തോരം കറിയും സാമ്പാറും വിളമ്പി കൊടുത്താന്നറിയോ? ചോറും വെച്ച്, ചോറല്ല അവരുടെ ഭക്ഷണം വേറെയാണ്. എന്നാൽ എനിക്കിപ്പോ നമ്മുടെ ഭാഷ പറയാൻ അറിയുള്ളൂ. വന്നപ്പോ മൊത്തം അടുക്കളേന്ന് ഇറങ്ങാതെ ഫുഡ് വിളമ്പി കൊടുത്തവാ ആരാ? മാർത്ത. അത് ഇച്ചിരി മുറിവുടുത്തിട്ടാണ് അവളത് ചെയ്തതാ. വന്നപ്പോ മുഴുവൻ മറിയ കാൽക്കലിരുന്ന് വചനം പഠിച്ചവാ. ശരിയാണോ? കേൾക്കുമുണ്ടോ നിങ്ങൾ? വചന പഠനത്തിൽ 1-ാം സ്ഥാനമുള്ള കുടുംബം, യേശുവിനെ ശുശ്രൂഷിച്ചതിൽ 1-ാം സ്ഥാനമുള്ള കുടുംബം. പക്ഷെ നാട്ടിൽ ഒരു കുടുംബത്തിനും ഇല്ലാത്ത വേദന. മാർത്തയുടെയും മറിയുടെയും അപ്പനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ പറയാത്തതിനാൽ ആ സഹോദരിമാരെ പിതാവോ മാതാവോ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ 2 സഹോദരിമാരും ഒരു സഹോദരനും
മാതാവിന്റെയോ പിതാവിന്റെയോ മരണം നടന്ന വേദനയ്ക്കകത്ത് ജീവിക്കുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായ ലാസർ ദേണ്ടേ ആ ഭവനത്തിൽ മരിച്ചു കിടക്കുക. അവൻ ദീനം പിടിച്ച് ചില ദിവസങ്ങൾ കടന്നിട്ടും യേശു തിരിഞ്ഞു നോക്കുന്നില്ല. യേശു വന്നിരുന്നെങ്കിൽ അവൻ സൗഖ്യമാകുമായിരുന്നു. ആ കുടുംബം കർത്താവിന് വേണ്ടി വില കൊടുത്തിട്ടും ഏറിയ വേദന കൂടെ കടന്നുപോയപ്പോൾ പലരും ആ കുടുംബത്തെ നോക്കി അവഗണിച്ചിരിക്കാം. പക്ഷെ കർത്താവ് വന്ന ഭവനമാണോ? കർത്താവ് സ്നേഹിച്ച ഭവനമാണോ? കർത്താവിനെ സ്നേഹിച്ച ഭവനമാണോ? കർത്താവ് സ്നേഹിച്ച ഭവനമാണോ? നിന്റെ കുടുംബത്തിനകത്ത് സഫറിങ്ങുകൾ വരുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഗ്ലോറിഫിക്കേഷൻ വെളിപ്പെടാനാണ്. ഒരു ഭവനത്തിലും വെളിപ്പെട്ടിട്ടില്ലാത്ത വേദന നിന്റെ ഭവനത്തിൽ വന്നോ? ഒരു കുടുംബത്തിലും വന്നിട്ടില്ലാത്ത തകർച്ച നിന്റെ കുടുംബത്തിൽ വന്നോ? ഇന്ന് രാത്രി ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, ഇത് നാട്ടുകാർക്ക് പരിചയമുള്ളത് അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണെന്നാണ്. ഇതുവരെ നാട്ടുകാർക്ക് പരിചയമുള്ളത് അവൻ നോക്കിയ മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നവനാണെന്നാണ്. എന്നാൽ നാട്ടിൽ യേശുവിനെ കുറിച്ചുള്ള വാർത്ത നിന്റെ ഭവനത്തെ കൊണ്ടുപോയി മാറ്റാൻ പോവുകയാണ്. ഇന്ന് നാട് അറിയാൻ പോവുകയാണ്. യേശു മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാണ്. നിന്റെ ഭവനത്തിൽ കർത്താവ് അവന്റെ ഒരു തലം തുറക്കാൻ പോവുകയാണ്. വിശ്വസിച്ച് ആമേൻ പറയാനായിട്ട് കരുത്തുണ്ടെങ്കിൽ കരമുയർത്തിയോ കരമടിച്ചോ ആത്മസ്ഥാനത്തിന് അടയാളമായ അന്യഭാഷ ആഴമായി പറഞ്ഞോ ഇന്ന് രാത്രി ഉറപ്പോടെ പ്രഖ്യാപിക്കുക, എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്നവർ ആദ്യത്തെ ഒരു തലത്തിൽ എന്റെ യേശുവിനെ തുറക്കാൻ വേണ്ടിയാണ്. ദൈവം നിന്നെ വേദനിപ്പിക്കുന്നവനല്ല, ദൈവം നിന്നെ കരയിപ്പിക്കുന്നവനല്ല, നിന്റെ വേദനയിൽ മാറി നിന്ന് ഊറിച്ചിരിക്കുന്നവനല്ല. മാർത്തേ, മറിയേ, നിന്റെ സഹോദരന്റെ രോഗം, നിന്റെ സഹോദരന്റെ മരണം അവൻ കാണാത്തവനല്ല. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി തരാൻ കരുത്തില്ലാത്തവനല്ല യേശു. അവൻ നിശബ്ദനായിരിക്കുന്നവർ, അവൻ മിണ്ടാതിരിക്കുന്നവർ ഒന്നുകൂടെ ആഴത്തിൽ നിന്റെ ഭവനത്തിലൂടെ അവനെ തുറക്കാൻ വേണ്ടിയാണ്. ഒരു മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ഒരു മിനിറ്റ്. ഏതൊക്കെയോ കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഴമായിട്ട് ഇടപെടുകയാണ്. ദൈവം നിന്റെ ഭവനത്തെ ഇന്ന് രാത്രി ആഴമായി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ആ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് ഒരു മിനിറ്റ് ഇത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമുക്ക് മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഞാൻ പറയാൻ വന്ന പുത്രത്വത്തിന്റെ മഹിമയാണ്. അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനാണ്. അവൻ റിസറക്ഷൻ അവൻ ദൂക്കി പെരുമാറ്റുന്നവനല്ല. ഇന്ന് രാത്രി അവന്റെ തലങ്ങൾ അവൻ തുറക്കുക. ഇന്ന് രാത്രി അവന്റെ തലങ്ങൾ അവൻ തുറക്കുകയാണ്. 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 ഓ റാഖാബാനബാൻ ശബൽ കടകഥൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ, ഇതുവരെ നീ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ, ഇതുവരെ അവൻ തുറന്നു വന്നിട്ടില്ലാത്തതുപോലെ ശബന ഘടകം നിനക്ക് വേണ്ടി അവനവന്റെ കരം തുറക്കുന്ന സമയമായി. എന്തുകൊണ്ട് ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട്, എന്തുകൊണ്ട് ഇത്രത്തോളം ഉപവസിച്ചിട്ട്, എന്തുകൊണ്ട് ഇത്രത്തോളം കരഞ്ഞിട്ട് എന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, ഓ എന്റെ യേശുവിനെ അനാഥനായി കൈവിടുന്നവനല്ല, അവൻ പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കുന്നവനാണ്. നിന്റെ ഭവനത്തിലൂടെ നിന്നിലൂടെ അവൻ ആരാണ്, നീ ആരാണെന്ന് അവൻ നിന്നിലൂടെ തുറക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവരും വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ലോകം മുഴുവൻ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ഓർത്ത് ലോകം മുഴുവൻ അങ്ങ് ജനിച്ചതിന്റെ സന്തോഷത്തിൽ ആഘോഷമായി നിൽക്കുന്ന ഈ രാവിൽ അങ്ങ് ഈ ഭൂമിയിൽ വന്നതിന്റെ പുറകിലുള്ള ദൈവിക ലക്ഷ്യം ഞങ്ങളെ തികഞ്ഞവരാക്കുക, ഞങ്ങളെ പുത്രന്മാരാക്കുക, ഞങ്ങളിലൂടെ പുത്രത്വത്തിന്റെ മഹിമ തുറക്കുക എന്ന തിരുവചന വെളിപ്പാട് ഇന്ന് രാത്രി കൃത്യതയോടെ ഞങ്ങളുടെ അകത്ത് കഴിഞ്ഞ പകലും ഈ രാത്രിയുമായിട്ട് അങ്ങ് തുറന്നു തന്നല്ലോ. ഈ ദൈവവചനം കേട്ട ഓരോ മക്കളെയും ഞാൻ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് കൈമാറുകയാണ്.
അങ്ങ് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ മക്കളോട് ചേർന്നിരിക്കണമേ. അങ്ങ് ഇവരെ തികഞ്ഞവരാക്കണമേ. അങ്ങ് ഇവരെ ദൈവഹിതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരാക്കണമേ. അങ്ങനെ ഇവർ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ ഇവർ ആത്മാവിൽ നടക്കാൻ തുടങ്ങുമ്പോൾ, ഇവരിൽ വെളിപ്പെടുന്ന ന്യായപ്രമാണത്തിന്റെ നീതിയാൽ ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമായി മാറുവാൻ ഞാൻ ഇവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും അത് തുറന്നു വരട്ടെ കർത്താവേ. പ്രിയ ഗ്രേസ് ടീച്ചർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നമ്മ ആന്റി കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൽഫി സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കട്ടപ്പന തോമസ് ബ്രദർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിനി സിസ്റ്റർ, ബൈജു ബ്രദർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുഭ സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലത സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വള്ളിമച്ച സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബി ബ്രദർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് ബ്രദർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. റീത്ത സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രസന്നകുമാരി, രവി ബ്രദർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ബ്രദർ, കോമള സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുഭ സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജേക്കപ്പങ്ങൾ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ കുടുംബങ്ങളുടെ അകത്ത് മിമി സിസ്റ്റർ, ജോഷി ബ്രദർ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സിന്ധു സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീസസ് സിസ്റ്റർ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡേവിസ് ബ്രദർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോണിയ സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉഷാ ജോസഫ് സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുജ സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി റപ്പായി കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ വർഗീസ് കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേരി തോമസ് കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാബു ബ്രദർ, മിനി സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. രുക്മിണി സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷീല സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പ്രിയ ഫിലിപ്പ് ബ്രദർ കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബങ്ങളെ മുഴുവൻ, ഈ കുടുംബങ്ങളെ ഓരോ വ്യക്തികളെയും അങ്ങ് തികഞ്ഞവരാക്കണമേ. ഉത്തരത്തിൽ ഇവരെ വളർത്തണമേ. അതിന്റെ വളർച്ചയിൽ ഇവർ വെളിപ്പെട്ടു വരുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇത് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നാളെ മുതൽ നടക്കുന്ന സുവിശേഷീകരണ മീറ്റിങ്ങുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൃപാവരങ്ങളെ തുറക്കണമേ. ഉത്തരത്തിന്റെ മഹിമ തുറക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവെ, തെരിക്കോണുകളിൽ അങ്ങ് അടയാളങ്ങൾ സഹിതം അങ്ങ് ജീവനുള്ള ദൈവമെന്ന് തെളിയിക്കുവാൻ അങ്ങ് കൃപ നൽകണമേ. ഷീല ഈപ്പൻ സിസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വ പുകഴ്ച സ്തുതി സ്തോത്ര ആരാധനകൾക്കും ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.